ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുടനാടൻ കപ്പിൾ ഫ്രം ഫിൻലാൻഡ്. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല ഡിയേഴ്സ്, ഇന്നിവിടെ നല്ല അടിപൊളി മഞ്ഞായിരുന്നു. -14 ഇന്നത്തെ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഫീൽഡ്സിലേക്കാണ് കേട്ടോ. അപ്പം ഞാനും ഇച്ചും കൂടെ ഓർത്തു എന്നെങ്കിൽ പിന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് മഞ്ഞത്തോടെ നടക്കാം. മഞ്ഞത്തോട് നടക്കുമ്പോൾ പിന്നെ ഇങ്ങനത്തെ കുറച്ച് കോപ്രായങ്ങൾ കാണിക്കണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു ഇത് എങ്ങനെ. അപ്പോൾ ഇച്ചു അതെല്ലാം വീഡിയോ എടുത്തു കേട്ടോ. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം മഞ്ഞ് പെയ്യുന്നതും മഞ്ഞിൻ്റെ കാഴ്ചകളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പം മഞ്ഞ് കാഴ്ചകൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കുറേ പേർക്ക് ഇഷ്ടമാണെന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടി. മെസ്സേജിലൂടെ നമുക്ക് പേഴ്സണൽ മെസ്സേജസ് ആണ് കേട്ടോ കൂടെ നമ്മുടെ കൂടുതലും സബ്സ്ക്രൈബേഴ്സ് അയക്കുന്നത്. എന്നാണെന്നറിയത്തില്ല, ഇൻസ്റ്റാഗ്രാം ആയിട്ട് തപ്പിയെടുത്ത് മെസ്സേജ് അയക്കും. അങ്ങനെയാണ് അവർ നമ്മളോട് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പം അവരെല്ലാവരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാവരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ്, മഞ്ഞ് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള മഞ്ഞ് വീഡിയോസ് ഇടണമെന്ന്. അപ്പോൾ അതിന് ഞങ്ങൾ വെറൈറ്റി തേടി പോവുകയാണ് ഡിയേഴ്സ് ഇന്നത്തെ. പക്ഷേ വെറൈറ്റി ഉണ്ടോ ഇല്ലോ എന്നറിയൊന്നും അറിയത്തില്ല. പക്ഷെ നമ്മൾ മാക്സിമം മഞ്ഞ് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് ചെറിയൊരു പർച്ചേസിങ് നമ്മുടെ ഒരു ഇന്ത്യൻ സ്റ്റോറിലും കൂടെയാണ് പോകുന്ന വഴിക്കുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ മുഴുവൻ കാണുന്നത്. അപ്പോൾ ഈ സ്ഥലത്തേക്ക് എത്തിയപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞാൽ ഇവിടെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പം നമ്മുടെ അടുത്ത് തന്നെയാണ് കേട്ടോ, റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം എന്നോട് പറഞ്ഞു എടാ നമുക്ക് ഈ ഇവിടെ എല്ലാം വീഡിയോ എടുക്കാം. അപ്പം സ്ഥലങ്ങൾ കാണാനാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം വീഡിയോയിലൂടെ കാണിക്കാം. അപ്പോൾ അവർക്ക് എന്താണ് ഒരു എൻ്റർടൈൻമെൻറ്റ് ആവുമല്ലോ. നമ്മുടെ വീഡിയോ കാണുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, ഇഷ്ടമുള്ളത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു സീനറി ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു ബ്രോ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രോയോട് പറഞ്ഞു ഞങ്ങൾ രണ്ട് നടക്കുന്നൊരു വീഡിയോ എടുക്കും ബ്രോ. എന്നിട്ട് ഞങ്ങൾ അവിടെ കൂടെ നടന്നു ഡിയേഴ്സ്, അവിടെ കൂടെ നടന്നു. പിന്നെ ആ ഇലയെല്ലാം കുലുക്കി മഞ്ഞെല്ലാം താഴെയിട്ടു, ചുമ്മാ കൂവി കാറി. ഒരു സന്തോഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറഞ്ഞ വല്ലാത്തൊരു സന്തോഷം. അപ്പം അങ്ങനെ ചേട്ടനും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോഗ്രാഫറിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്വന്തമായിട്ട് തന്നെ നിന്ന് ഇലയെല്ലാം കുലുക്കി മഞ്ഞെല്ലായിട്ട് ദേഹത്ത് മുഴുവൻ മഞ്ഞായി. അങ്ങനെ കുറേ വീഡിയോ എനിക്കിങ്ങനെ എടുത്തു തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ മഞ്ഞത്തിങ്ങനെ മഞ്ഞെടുത്ത് എറിഞ്ഞും മഞ്ഞുരുട്ടിയൊക്കെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മഞ്ഞത്ത് അതൊരു കൈയൊക്കെ പൊള്ളും, അത് വേറെ കാര്യം. പൊള്ളുമല്ല, ഒരുമാതിരി മരച്ചൊരുമാതിരി ഒരു അവസ്ഥയാകും. എന്നാലും അതൊന്നൊരു കാര്യമില്ല, ഞാനതൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ നമ്മളെപ്പോഴും കാണിക്കുന്ന ട്രെയിൻ, നമ്മൾ കണ്ണൽമാക്കിൽ നിന്ന് ട്രെയിൻ കയറി പോകുന്നത് നമ്മുടെ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ആ ട്രെയിൻ നമ്മുടെ കണ്ണൽമാക്കി സ്റ്റേഷനിലേക്ക് കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, പാളത്തിൽ മുഴുവൻ മഞ്ഞാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി വലിയ സ്നോഫോൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അലേർട്ട് ഉണ്ടാകും. അപ്പം ആ സമയത്ത് ചിലപ്പം ചില ട്രെയിനുകളൊക്കെ കുറച്ച് വൈകി ഓടും, അല്ലാത്തപ്പോഴെല്ലാം കറക്റ്റായിട്ട് ട്രെയിൻ ഓടും കേട്ടോ. അപ്പം നമുക്കങ്ങനെ ട്രാവലിങ്ങിൻ്റെ കാര്യത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല ഇവിടെ ഫിൻലാൻഡിൽ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കാറ്റാടി മരങ്ങളാണ് കേട്ടോ, കുഞ്ഞു കാറ്റാടി ചെടികൾ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ വീഡിയോ എടുത്താൽ. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു വലിയൊരു കേക്ക് പോകണമൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ന്യൂ ഇയറിന് കേക്ക് മുറിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കേക്ക് മുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തരികയാണ് ഡിയേഴ്സ്, ഐസ് കേക്ക്. പക്ഷെ അത് പൊടിഞ്ഞു പോയി. ആ പെട്ടെന്നേക്ക് ഒരു ട്രെയിൻ പോകുന്ന കണ്ടപ്പോൾ എന്നിൽ നിന്ന് ഫോക്കസ് മാറ്റി ആ ട്രെയിനിലേക്ക് പിടിച്ചു. എന്തൊരു തൃപ്തികെട്ട സ്വഭാവം. ഞാൻ അവിടെ പാവം കേക്ക് മുറിച്ചുകൊണ്ടിരിക്കുമല്ലേ, അത് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് അതൊന്നും എടുത്തില്ല ഡിയേഴ്സ്. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു മതി നീ കളിച്ചത്, ഇനി ഞാൻ കഴിഞ്ഞിട്ട് സ്നോമാനം ഉണ്ടാക്കാൻ വേണ്ടി നോക്കി, അതും വീഡിയോ എടുത്തില്ല. സ്നോമാനം ഒന്നും ഉണ്ടാക്കാൻ നിനക്കറിയില്ല എന്ന് എന്നോട് പറഞ്ഞ് പുച്ഛിച്ചു. പിന്നെ അവിടെ ഒരു ലവ് വരച്ച് വെച്ചിട്ട് ഇതെൻ്റെ ഹൃദയമാണ് എന്ന് എന്നോട് പറഞ്ഞു വീഡിയോ എടുത്തു. എന്താ അല്ലേ, എൻ്റെ സ്നോമാനം കാണിച്ചില്ല, ഒന്നും കാണിച്ചില്ല. പക്ഷെ ഞാൻ അവിടെ നിന്ന് മാറിയില്ല കേട്ടോ. ഞാൻ പിന്നെ അവിടെ സ്നോമാനം ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോയപ്പോഴത്തേക്ക് ഇതൊരു കരടിയുടെ ഫോട്ടോ വരച്ച് വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഒരു വഴി എപ്പോഴും തന്നെ നമ്മുടെ വീഡിയോയിൽ നടന്നു പോകുന്നതാണ് കേട്ടോ. നമ്മുടെ ആ ലേക്കിൽ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ അവിടെ ചെറിയൊരു ബിൽഡിങ് പണിയുന്നത് ഇന്നാളത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇത്രത്തോളം ആയിട്ടുണ്ട്. ഇതിൻ്റെ പണി എനിക്ക് തോന്നുന്നു ഉടനെ തന്നെ തീരുമായിരിക്കും കേട്ടോ. അതുപോലെ അത്ര ഫാസ്റ്റിലാണ് ഇവർ നടത്തുന്നത്. കാരണം നമുക്ക് ഈ വർഷം സ്നോ ഭയങ്കര കുറവായിരുന്നു ഡിയേഴ്സ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കഴിഞ്ഞ വർഷമൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ വർഷം ഭയങ്കര സ്നോ കുറവായിരുന്നു. എപ്പോഴും തന്നെ പോസിറ്റീവായിരുന്നു നമ്മുടെ ടെമ്പറേച്ചർ. പക്ഷേ തണുപ്പുണ്ടെങ്കിൽ പോലും പോസിറ്റീവിലായിരുന്നു. അപ്പോൾ ഈ പണികളെല്ലാം തന്നെ പട്ടേന്നാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ഒരു മന്ദത എങ്ങും വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം അത്ര ഫാസ്റ്റിലാണ് ഈ ബിൽഡിങ്ങിൻ്റെ പ്രോഗ്രസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയത്. അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴത്തുള്ള മറ്റേ കുഞ്ഞു ചെടികളും കുറ്റിച്ചെടികളും എല്ലാം മഞ്ഞ് വീണിട്ട് ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിനോട് പറഞ്ഞു ഒരു പൂ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്
വരുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് ഒരു ഗ്രൗണ്ടാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ സമ്മറിൽ ഇവിടെ എല്ലാം വന്ന് നല്ല ഭംഗിയിൽ പൂക്കളൊക്കെ വെച്ച് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഏതൊക്കെയോ ചെറിയ ചെറിയ വീഡിയോസിലുണ്ട്. അപ്പം അത് ഫുള്ള് മഞ്ഞ് വീണിട്ട് വൈറ്റ് ഫ്രെയിം അടിപൊളിയല്ലേ കാണാനായിട്ട്. പിന്നെ ആ ബിൽഡിങ്ങിൻ്റെ റെഡ് കളറും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ഒരു നല്ലൊരു ഭംഗി എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ലേക്കിൻ്റെ അവിടെ എത്തി. അപ്പോൾ ലേക്കിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഞാൻ ഇച്ചിനോട് പറഞ്ഞു, ഞാൻ ഫ്രണ്ടിലേ പോകുമായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിനോട് പറഞ്ഞു നമ്മുടെ ആ ലേക്ക് ഫുള്ള് ഫ്രീസായിട്ടുണ്ട്, ഇനിയിപ്പം നമ്മുടെ പക്ഷേ താറാങ്കുട്ടങ്ങളെ ഒന്നും കണ്ടില്ല, അവരൊക്കെ എവിടെ പോയോ എന്തോ. പിന്നെ ഞാൻ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു മഞ്ഞ് വാരി എഴുതി നമുക്ക് വീഡിയോ എടുക്കണം, നമുക്കത് എടുക്കണം എന്നൊക്കെ ഞാനിങ്ങനെ ഇച്ചിനോട് പറയുക. പിന്നെ ചേട്ടനോടും പറഞ്ഞു ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് തരണമെന്ന്. അപ്പം നോക്കിയേ, ഞാൻ പറഞ്ഞില്ലേ മഞ്ഞായെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഇവിടെ നമുക്ക് സൈക്കിളിൻ്റെ ടയറൊക്കെ മാറ്റിയ ആൾക്കാരെ സൈക്കിൾ എവിടുന്നുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറേ സൈക്കിളുകാരെ കണ്ടു. പിന്നെ അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുന്ന കുറേ പേരെ കണ്ടു. അവർ മഞ്ഞാണെങ്കിലും മഴയാണെങ്കിലും അവർ അവരുടെ എന്താണ് ഡെയിലി റൊട്ടീൻസ് കാര്യങ്ങൾ എക്സസൈസ് അതെല്ലാം അവർ ചെയ്യേണ്ടി. യെസ്. അപ്പോൾ ഇത് നോക്കി, ഈ പാളത്തിൻ്റെ അടിയിൽ നമ്മുടെ വെള്ളം പോകാനുള്ളൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. അതിലെ വെള്ളം വന്നിട്ട് ഫ്രീസായി നിൽക്കുന്നുണ്ടോ. അപ്പം എനിക്കത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര കൗതുകം തോന്നി കേട്ടോ. അപ്പം ഞാൻ ഇച്ചിനോട് പറഞ്ഞു അത് വീഡിയോ ആക്ക്, പക്ഷേ ഈ ഒരു ഐസ് മതി ആരെങ്കിലും കുത്തിക്കൊല്ലണമെങ്കിൽ വരെ. എന്തൊരു ഡേർട്ടി മൈൻഡാ. വേണ്ട, കൊല്ലണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ പറയുമായിരുന്നു. അപ്പം ഇച്ചു അങ്ങനെ അവിടെ ആ ഫുള്ള് ആ പാലത്തിനടിയിലുള്ള ഫുള്ള് ഇതിലും ഇങ്ങനെ വെള്ളം ഐസായിട്ട് നിൽപ്പുണ്ടേ. കണ്ടോ പോസ്റ്റിലെ ആൾക്കാർ സൈക്കിളിൽ പോകുന്ന കണ്ടോ. ആ പുള്ളിക്ക് മോർണിംഗ് ഇടിയിട്ടുണ്ട്. പാവപ്പെട്ട മനുഷ്യൻ സൈക്കിളെ ചവിട്ടി എന്താണ് ഇത് പോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പോസ്റ്റ് കാർഡ്സ് എല്ലാം വീടുകളിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആ വീടിൻ്റെ പരിസരത്തും കാര്യങ്ങളിലും ഉള്ള സംഭവങ്ങളാണിതെല്ലാം. അപ്പം ഇത് പ്രത്യേകിച്ച് ഈ വീഡിയോയിൽ എന്താ കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് മഞ്ഞാണ് ഇന്നത്തെ നമ്മുടെ കോണ്ടൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പോകുന്ന വഴിയിലുള്ള മഞ്ഞ് ഭംഗിയുള്ള സ്ഥലങ്ങൾ കാര്യങ്ങൾ എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച് നിങ്ങൾക്ക് കാണാനായിട്ട് എത്തിക്കുന്നത്. അത് കഴിഞ്ഞപ്പം ചേട്ടൻ അവിടെ നിൽപ്പുണ്ട്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഏത് വീഡിയോ എടുത്താലും ഞങ്ങളുടെ കൂടെ വരുന്ന വീഡിയോയിൽ ചേട്ടനുണ്ട്, ചേട്ടൻ മാറി നിൽക്കാൻ പറഞ്ഞു. ചേട്ടനെ പറഞ്ഞു വിട്ടതാണ് DS. അപ്പം ഈ ഒരു സ്ഥലവും നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നല്ല രസമില്ല DS കാണാനായിട്ട്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രെയിം. ഞാൻ എൻ്റെ ഈ ഏതൊക്കെയൊക്കെയോ വീഡിയോയിൽ ഈ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം. കാരണം നമ്മളിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞു പോകും. അതുകൊണ്ട് സംഭവിക്കുന്നതാണ് DS, ക്ഷമിക്കണം കേട്ടോ. അപ്പം ഞങ്ങൾ കടയിലൊക്കെ പോയി ഇനി തിരിച്ചു വരുവാണ്. തിരിച്ച് വന്നിട്ട് വേറൊരു ഷോപ്പിലും കൂടി കയറാനുണ്ട്. അപ്പം ഈ വണ്ടി പോകുന്ന സ്ഥലത്ത് റോട്ടിൽ മാത്രം ഒരുമാതിരി ബ്ലാക്ക് കളറിലെ എന്താണ് മഞ്ഞ് കണ്ട, അത് ആ വണ്ടി പോകുന്ന ആ ഒരു എന്താണ് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. കാരണം ഞാനതെപ്പോഴും ആലോചിക്കും അതെന്താണ് അങ്ങനെ കറുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ തന്നെ ഇങ്ങനെ ആലോചിച്ചു ടയറിൽ അഴുക്കായിരിക്കും, ഇല്ല എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, എനിക്കതറിയത്തില്ലോ. നിങ്ങൾ കണ്ടോ DS കാറുകളൊക്കെ കിടക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ നമുക്ക് കാറ് കയറ്റിയിടാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ പോണക്ക് എന്താണ് കാർ ഷെഡോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ പൈസ കൊടുത്ത് പുറത്തിടണം. നമ്മൾ പാർക്കിങ്ങിനും എക്സ്ട്രാ പൈസയൊക്കെ കൊടുക്കണം കേട്ടോ, 25 euro. അങ്ങനെ നമ്മൾ കണ്ടപ്പോഴത്തേക്കുമാണ് ഇവനെ കണ്ടോ, ഇവൻ ഭയങ്കര സന്തോഷത്തിൽ കളിക്കുന്നത് കണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. ഇവനെങ്ങനെ നല്ല തണുപ്പല്ലേ, അപ്പോൾ ഇവനിങ്ങനെ കളിക്കുമോ ഭയങ്കര സന്തോഷത്തിൽ. അപ്പം അതിൻ്റെ ഓണറും അതിനനുസരിച്ച് അവിടെ നിന്നിട്ട് അവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പട്ടികളെ. അപ്പം ഞാനത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ അതിലേക്കൂടെ അതിൻ്റെ ബാക്കിലൂടെ എത്തി കേട്ടോ. പക്ഷെ അവർ ഇത് കണ്ടു ഞാൻ വീഡിയോ എടുക്കുന്നത്, പക്ഷെ അവർ വീഡിയോ എടുക്കരുതെന്നൊന്നും പറഞ്ഞില്ല. അവരപ്പോഴത്തേക്കും അവനെ നേരത്തെ ഞാൻ അപ്പുറം നിന്ന് എടുക്കുന്നവർ കണ്ടെന്ന് തോന്നും. അവരപ്പോൾ കുറച്ചും കൂടെ അവനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവരിങ്ങനെ കാലും കൊണ്ട് തട്ടി ഇങ്ങനെ മഞ്ഞെറിയുമ്പം അവനത് എങ്ങോട്ടാണോ ആ മഞ്ഞ് വീഴുന്നത് അത് പിടിക്കാൻ വേണ്ടി പോവുക. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കണ്ട നല്ല രസമില്ലേ, അയ്യോ ക്യൂട്ട്. ഫിൻലാൻഡിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വളർത്തുമൃഗമാണല്ലോ പട്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ കുറച്ച് കിളികൾ അവിടെ എന്തോ സാധനങ്ങളിരുന്ന് തിന്നുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് ഞങ്ങൾ നോക്കിയില്ല DS, ഞങ്ങൾക്ക് നോക്കാൻ പറ്റിയില്ല. കാരണം എനിക്ക് തോന്നുന്നത് ഗോതമ്പ് കാര്യങ്ങളെന്തോ ആണെന്ന്. ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കിയില്ല. ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോയ കാര്യമാണ് പറഞ്ഞത്. അതിന് എന്താണ് മഞ്ഞത്തൊക്കെ ഇവർക്ക് നമ്മൾ ഓൾറെഡി ഇങ്ങനെ ചെറിയ കൂടുകൾ പോണക്കൊക്കെ മരത്തിലാക്കിയിട്ട് അവിടെ ഫുഡും വെള്ളമൊക്കെ വെച്ച് കൊടുക്കാറാണ് പതിവ്. അപ്പം വെള്ളം ചിലപ്പോൾ ഐസായി പോവും, എന്നാൽ
എന്നാലും നമ്മൾ ഒട്ടുമിക്ക മരത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ, കിളികൾക്ക് ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നത്, ഇങ്ങനെ മറ്റേ നമ്മുടെ ധാന്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ കിളിയുടെ ഫുഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് അങ്ങ് നോക്കുമ്പോൾ കാണാം ഒരു സ്നോമാനെ. അതാരോ ഉണ്ടാക്കി വെച്ചതാ, അതിപ്പം പൊട്ടിപ്പോവാറായി. എന്നാലും നല്ല രസമുള്ളത് കൊണ്ട് ഞങ്ങൾ വീഡിയോയിൽ അതും ആക്കി ഡിയസ്. എന്താ ചെയ്യുക, ഒത്തിരി പേര് സ്നോമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ സ്നോമാനം ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും ഇന്ന് ഫ്രഷായിട്ട് നമ്മൾ ഇറങ്ങിയ സമയത്ത് മഞ്ഞ് പെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് ഇങ്ങനെ ഉണ്ട കൂട്ടാൻ പറ്റിയില്ല. അപ്പം അത് ഇന്ന് ഫ്രഷ് വീണ സ്നോയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്കൊരു ഷേപ്പായിട്ട് എടുക്കാനായിട്ട്. പക്ഷേ ഇന്നത്തെ സ്നോ നാളെ ആരും മാറിയില്ല കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്തായിരുന്നു. ഞാൻ കാണിച്ചില്ല ഡിയസ്, ഞാൻ സ്നോമാനം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ എന്നെ പുച്ഛിച്ച്. പിന്നെ കുറച്ച് പേര് നിന്നിട്ട് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിലുള്ളത് ഇവരിങ്ങനെ ഈ സാധനം എടുത്തിട്ട് മാറ്റുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു അവിടേക്ക് വണ്ടി കയറത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അവർ അത് സ്വന്തമായിട്ട് തന്നെ മാറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഡിയസ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം എന്താ പറയുക, ഇനിയും കുറേ മഞ്ഞ് വിശേഷങ്ങളുമായിട്ട് കാണാൻ ഡിയസ്. അപ്പോൾ കീപ് സപ്പോർട്ടിങ് ആൻഡ് വാച്ചിങ് അവർ വീഡിയോ. ഇനിയിപ്പോൾ എന്താ പറയുക, താങ്ക്സ് ഫോർ ദി സപ്പോർട്ട്. അപ്പോൾ ഇന്ന് വരെ സപ്പോർട്ട് ചെയ്ത എല്ലാത്തിനും നന്ദി. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടോ, ഞാനാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും ഇതിങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഇതാക്കാൻ, പക്ഷേ ആവുന്നില്ല ഡിയസ്. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഡിയസ്. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. ബായ്. ഇനിയപ്പോൾ നല്ല കുറേ വീഡിയോസുമായിട്ട് കാണാവേ.